മലബാറിൽ നിന്ന് നമ്മൾ നേരെ താഴോട്ടാണ് വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ പഞ്ചായത്തിലേക്ക്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരദേശ ഗ്രാമമാണ്. മത്സ്യബന്ധനം അടക്കം ഉപജീവനമാർഗമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. പഞ്ചായത്തിലെ ഈ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെല്ലാം പങ്കുവയ്ക്കാനായി പ്രസിഡന്റ് എൻ സജീവനുണ്ട്. നമസ്കാരം ശ്രീ സജീവൻ. നമസ്കാരം. ഈ ഒരു ഭരണകാലയളവിലെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഒരു തീരദേശ ഗ്രാമമാണ്, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ വേണ്ടിവരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് ഈ ഒരു ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്? അവിടെ ഈ കടലും അതുപോലെ കായലും പങ്കിടുന്ന ഏതാണ്ട് 2 കര, പടിഞ്ഞാറ് ഒരു കര, കിഴക്കുവശം ഒരു കര, അങ്ങനെയുള്ള 18 വാർഡടങ്ങുന്ന പഞ്ചായത്താണ്. ഈ 18 വാർഡില് ഈ ജനങ്ങൾ ഭൂരിപക്ഷവും മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ കയറുതൊഴിലാളികളുമാണ്. കയറിന് പ്രസിദ്ധമായിട്ടുള്ള ആറാട്ടുപുഴ കയർ എന്ന് പറയുന്നത് ആറാട്ടുപുഴയിൽ നിന്ന് ജനിച്ചതാണ്. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടത്. അതുപോലെ തന്നെ കടൽ നിരന്തരമായി ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിന്റെ ഭാഗമായി ഈ തീരം നഷ്ടപ്പെടുകയും പ്രധാനപ്പെട്ട തോട്ടപ്പള്ളി വല്ലിഴിക്കൽ റോഡ് നിരന്തരമായി ഗതാഗതത്തിന് ബുദ്ധിമുട്ട് ആകുന്ന തരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ എല്ലാ മൺസൂൺ കാലങ്ങളിലും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കള്ളക്കടൽ എന്ന് പറയുന്ന പ്രതിഭാസവും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് പരിഹാരം പഞ്ചായത്തിന്റെ ആ ഒരു സാധ്യതയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ബഹുമാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അതിന് ആവശ്യമായിട്ടുള്ള പണം നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ഞങ്ങൾ ഈ കഴിഞ്ഞ 4-4.5 വർഷക്കാലമായി നടത്തിയ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി ഇനി ശേഷിക്കുന്ന 4.25 കിലോമീറ്റർ ഭാഗത്ത് കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സഹായത്തോടുകൂടി പദ്ധതി ആരംഭിക്കും എന്നുള്ള വ്യക്തമായ ഉറപ്പ് ആ ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രതിനിധികൾ വന്നപ്പോൾ അവരിൽ നിന്നും ബഹുമാനപ്പെട്ട ഗവൺമെന്റിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രതിഭാസം, ഈ അന്തരീക്ഷതാപനം കൂടുന്നതിന്റെ കൂടി ഭാഗമായി ഈ വർഷം വലിയ രൂപത്തിലുള്ള വല്ലിഴിക്കൽ ഹാർബർ ഈ പഞ്ചായത്തിലാണ്. ആ ഹാർബറിൽ കൂടി ഈ ഒവരുവെള്ളം, ഏറ്റത്തിന് കയറുന്ന ഈ ഒവരുവെള്ളം കായൽ തീരത്ത് താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും അവരുടെ വീടുകൾ താമസിക്കാൻ കഴിയാത്ത രൂപത്തിൽ മലീമസമാക്കി. അതുപോലെ അവരുടെ കൃഷികളെല്ലാം നശിച്ചു. ഈ രൂപത്തിലുള്ള വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതാണ് ആറാട്ടുപുഴ പഞ്ചായത്ത്. ഇതിൽ ഞങ്ങള് സജീവൻ, ആറാട്ടുപുഴ പഞ്ചായത്ത് ഈ പറഞ്ഞതുപോലെ ഒരു തീരദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ഒരു വശം കായലും മറ്റൊരു വശം കടലും പങ്കിടുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ടൂറിസത്തിനുള്ള സാധ്യതകൾ കൂടിയുള്ള ഒരു ഗ്രാമപഞ്ചായത്തല്ലേ? അപ്പോൾ അത്തരത്തിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ, തീരസംരക്ഷണം മുതലായവ എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ വല്ലിഴിക്കൽ ബീച്ച്, ആ വല്ലിഴിക്കൽ ബീച്ചിൽ ഗവൺമെന്റ് തന്നെ ഈ ബഡ്ജറ്റിൽ 5 കോടി രൂപ അതിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുറമ്പോക്ക് ഭൂമിയാണ് അവിടെ ഉള്ളത്, റവന്യൂ ഭൂമിയാണ്. ആ റവന്യൂ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ നടക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്, പിന്നെ വല്ലിഴിക്കൽ പാലമുണ്ട്, ഹാർബറുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് പഞ്ചായത്തിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക തരത്തിൽ അവിടുത്തെ മാലിന്യങ്ങൾ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ടേക്ക് എ ബ്രേക്കിന് വേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് കളക്ടർ 3 സെന്റ് ഭൂമി തന്നു. പക്ഷെ CRZ നിയമം അനുസരിച്ച് അത് ആ തീരത്തിനോട് ചേർത്ത് നിർമ്മിക്കാൻ കഴിയാത്ത ഒരു സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് KCZMAക്ക് ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ഒരു 37 ലക്ഷത്തോടു കൂടി രൂപ ചെലവഴിച്ച് വളരെ ആധുനികമായ രൂപത്തിൽ ടേക്ക് എ ബ്രേക്കും അതിൻ്റെ മോഡൽ കോഫി ബാർ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ അതാണ് ആ ആശയമാണ് ഞങ്ങൾ മനസ്സിൽ വെച്ചതും. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കി ഭൂമി കിട്ടിയെങ്കിലും ഈ CRZന്റെ 3Bയിൽ കിടക്കുന്ന പഞ്ചായത്താണ് ആറാട്ടുപുഴ. അതുകൊണ്ട് അതിന് ഒട്ടേറെ പരിമിതികളുണ്ട്. ഇത്തരത്തിൽ തീരദേശ ഗ്രാമമായതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന്റെ ലഭ്യതയെ കുറിച്ച് കൂടി എടുത്തു ചോദിക്കേണ്ടതുണ്ട്. ജലക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്താണോ? അങ്ങനെയാണെങ്കിൽ ഈ ശുദ്ധജലത്തിന്റെ ലഭ്യത എങ്ങനെയാണ് ആ പഞ്ചായത്ത് ഉറപ്പുവരുത്തുന്നത്? ജൽജീവൻ പോലുള്ള പദ്ധതികളിലൂടെ കുടിവെള്ളക്ഷാമത്തെ എങ്ങനെയാണ് നേരിടുന്നത്? കുടിവെള്ളക്ഷാമം ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും രൂക്ഷമായ പ്രശ്നമായിരുന്നു. ഈ ഏതാണ്ട് മാർച്ച് മുതൽ തന്നെ ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി ടാങ്കർ ലോറിയിൽ വെള്ളമടിച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ വർഷം തന്നെ ഈ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു 8 പ്രദേശത്ത് ഗ്രൗണ്ട് വാട്ടറിനെ കൊണ്ട് ട്യൂബ്വെൽ സ്ഥാപിക്കാനും വാട്ടർ അതോറിറ്റിയെ കൊണ്ട് അവിടെ മോട്ടർ, ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെ വെച്ചിട്ട് പമ്പിങ് ആരംഭിക്കാനും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഏതാണ്ട് 1, 2, 3, 4 ട്യൂബ്വെല്ലുകൾ ഇപ്പോൾ ആൾറെഡി പ്രവർത്തന നിരതമാണ്. അതിന്റെ ഫോട്ടോ ഇതിൽ വന്നിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിൻ്റെത് എല്ലാ നടപടികളും പൂർത്തിയാക്കി ഇനി പവർ കണക്ഷൻ കിട്ടി അതിന്റെ മോട്ടർ പ്രവർത്തിച്ചു തുടങ്ങിയാൽ 5ാമത്തെ ട്യൂബ്വെല്ലും പ്രവർത്തനക്ഷമമാകും. പിന്നെ 3 എണ്ണത്തിൻ്റെത് ചെറിയ ഭൂമിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിന് താമസം വന്നു. ആ താമസത്തിന്റെ കുരുക്ക് ഞങ്ങൾ അഴിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ 3 ട്യൂബ്വെല്ലും കൂടെ ഞങ്ങൾ പ്രവർത്തനക്ഷമമാക്കും. മറ്റ് കിണറുകളോ കുളങ്ങളോ ഒന്നും പറ്റത്തില്ല. കാരണം അവിടെ എല്ലാം ഉപ്പുവെള്ളമാണ്, കടലും കായലും കൂടെ ചേർന്ന് കിടക്കുന്നുണ്ട്. ഈ ട്യൂബ്വെല്ലിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കുടിവെള്ളം ഉപയോഗിക്കുന്ന ഒരു പ്രദേശവും ജനതയുമാണ് ആറാട്ടുപുഴ പഞ്ചായത്തിലുള്ളത്. കാർഷിക രംഗത്തേക്ക് വരികയാണെങ്കിൽ ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രധാനമായും കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ ഏതെല്ലാമാണ്? ആ കാർഷിക രംഗത്തേക്ക് നൂതനമായിട്ടുള്ള കൃഷിരീതികളെല്ലാം കൊണ്ടുവന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എത്രത്തോളം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? അവിടെ പ്രധാനമായിട്ടും നാളികേര കൃഷിയാണ്. പണ്ട് ഈ നെൽകൃഷി ഉണ്ടായിരുന്നു. പക്ഷേ കടൽ കയറിയും കായലിന്റെ വിസ്തീർണം കൂടിയതിന്റെ ഭാഗമായി നെൽകൃഷി ഇന്ന് നടക്കുന്നില്ല. പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കര നെൽകൃഷി അത് കൃഷിഭവന്റെയും അതുപോലെ CPCRI കൃഷ്ണപുരത്തെ CPCRIയുടെയും സഹായത്തോടുകൂടി ചില വാർഡുകളിൽ ചില വ്യക്തികളുടെ ഭൂമി കണ്ടെത്തി അവിടെ കര നെൽകൃഷി ഒരു വിജയകരമായി നടത്താൻ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എള്ള് ഈ ഓണാട്ടുകര പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ഈ ഓരോ ഉപ്പ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുറെ ഉള്ളോട്ട് മാറി ഈ എള്ള് കൃഷി ചെയ്തിട്ട് അത് വിജയകരമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ CPCRI അതിൻ്റെ പ്രധാനമായ അനിത എന്ന് പറയുന്ന റിസർച്ച് ചെയ്യുന്ന ഗവേഷക ആ മാഡം വന്ന പ്രദേശമൊക്കെ സന്ദർശിച്ചിട്ട് ഈ കപ്പക്കിഴങ്ങ് കൃഷി, മധുരക്കിഴങ്ങ് കൃഷി നടത്താൻ അനുയോജ്യമാണ്, ആ മണ്ണ് ചെറിയ ഉപ്പുണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മധുരക്കിഴങ്ങ് ഗ്രാമമായി ആറാട്ടുപുഴ പഞ്ചായത്തിനെ പ്രഖ്യാപിക്കുകയും അങ്ങനെ മധുരക്കിഴങ്ങ് കൃഷി നല്ല രൂപത്തിൽ ഇപ്പോ നടന്നു വരികയാണ്. പിന്നെ മറ്റു പച്ചക്കറി ആയാലും പൂക്കൃഷി, ചീര, ചെറുധാന്യത്തിന്റെ ഈ മില്ലറ്റ് ധാന്യത്തിന്റെ ചെറിയ രൂപത്തിലുള്ള കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കൃഷി വകുപ്പും CPCRIയും അവരുടെ എല്ലാ സഹായത്തോടു കൂടി ഈ കൃഷിയെ, അതുപോലെ തന്നെ NREGs അതിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി സംയോജിപ്പിച്ചുകൊണ്ട് കൃഷി വികസിപ്പിക്കാനുള്ള നടപടികൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. കപ്പലണ്ടി നല്ല നിലയിൽ വളർന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ മഴ വന്ന സമയത്ത് അപ്രതീക്ഷിതമായ മഴയുണ്ടായിട്ട് ആ വിളവ് ശരിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, അത് ചീഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പൊ അതിലെല്ലാം വലിയ എന്തായാലും അതുപോലെ തന്നെ
എടുത്തു പറയേണ്ട ഒരു മേഖലയാണ് തീരദേശത്തേക്ക് വരുമ്പോൾ പഞ്ചായത്തിലെ അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. പ്രത്യേകിച്ചും പഞ്ചായത്ത് റോഡുകളുടെ നിർമ്മാണവും നവീകരണവും പുനരുദ്ധാരണവും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ തന്നെ കള്ളക്കടൽ പോലുള്ള പ്രതിഭാസങ്ങൾ നിരന്തരം വരുന്നത് റോഡുകളുടെ അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ വെള്ളക്കെട്ടും അതുപോലെ തന്നെ കടലേറ്റം പോലുള്ള കള്ളക്കടൽ പോലുള്ള പ്രതിഭാസങ്ങളെയും നേരിട്ടുകൊണ്ട് ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയാണ് ആ പഞ്ചായത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്? ഈ തോട്ടപ്പള്ളി വലിയരിക്കൽ റോഡാണ് പടിഞ്ഞാറേക്കരയുള്ള, അതായത് 14 വാർഡുള്ള പടിഞ്ഞാറേക്കരയിൽ കടൽ തീരത്തുള്ള ആ പ്രദേശത്തെ പ്രധാന റോഡ് എന്ന് പറയുന്നത്. അത് PWDയുടെ റോഡാണ്. PWD അവിടെ ഉണ്ടാകുന്ന കടകയറ്റ സമയത്തുണ്ടാകുന്ന മണൽക്കയറ്റവും മറ്റു കാര്യങ്ങളും അവർ കൃത്യമായി തന്നെ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കിഴക്കേക്കര 4 വാർഡ്, ആ കിഴക്കേക്കര 4 വാർഡിനെ കണക്ട് ചെയ്തുകൊണ്ട് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഇടയ്ക്ക് PWD, ഇടയ്ക്ക് പഞ്ചായത്തിന്റെ റോഡും അങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നീളത്തിൽ റോഡുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ളത് ഒരു 700-750 മീറ്ററിൽ കൂടുതൽ വീതി കിഴക്കേക്കരയായാലും പടിഞ്ഞാറക്കരയായാലും ഈ കരയ്ക്ക് വീതി ഇല്ല. അതുകൊണ്ട് അപ്രോച്ച് റോഡുകൾ പരമാവധി കുറവാണ്. പിന്നെ NREGSന്റെ ഒക്കെ ഈ നടപ്പാതയും അതുപോലുള്ള ചെറിയ ഓട്ടോ റോഡും അതുപോലുള്ളതൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഗതാഗത സൗകര്യത്തിൽ മോശമല്ലാത്ത സ്ഥിതി പഞ്ചായത്തിലുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ ഞങ്ങൾ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇപ്പോ അവിടെ എയ്ഡഡും ഗവൺമെന്റുമായിട്ടുള്ള 7 സ്കൂളാണ്. പഞ്ചായത്തിന് ഇടപെടേണ്ടത് 2 LP സ്കൂളുകളാണ്. അതിൽ മംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ഈ വിദ്യാർത്ഥികള് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കൂടുതലായി വന്ന സമയത്ത് ഈ ഡിവിഷൻ കെട്ടിടത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഡിവിഷൻ വർദ്ധിപ്പിക്കുന്നതിന്. അങ്ങനെ 3 ക്ലാസ് മുറി പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കുകയും ആ സ്കൂളിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഫർണിച്ചറും ഇപ്പോ എല്ലാ മുറിയിലും മൈക്ക്, ബോക്സ്, അതുപോലെ തന്നെ മറ്റ് ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലാണിക്കൽ LP സ്കൂള്, അവിടെയും ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് 2 ആയുർവേദ ഈ അലോപ്പതി ഗവൺമെന്റ് ആശുപത്രികളും 1 ആയുർവേദവും 1 ഹോമിയോ ഡിസ്പെൻസറിയുമാണുള്ളത്. അതിൽ ഹോമിയോ ഡിസ്പെൻസറിയിൽ എല്ലാ നവീകരണം നടത്തി ഇന്ന് ജില്ലയിലെ മോഡൽ ഡിസ്പെൻസറിയായി DMO അതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയുർവേദ ആശുപത്രി കിടത്തി ചികിത്സ നടത്തുന്നു. സജീവൻ ഇപ്പോൾ പങ്കുവച്ചതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലെയും വരും കാലയളവിലും കൂടി തുടർന്നു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്ന ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൃത്യമായി ഫലപ്രദമായി തന്നെ നടത്തിക്കൊണ്ടുപോകാൻ പഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.